രാത്രികാലം ദൈവത്തിന്റെ അഭിഷിക്തന്മാർ ആമീൻ ആമീൻ തമ്പുരാൻ രണ്ടുപേരെ ഇതിനകത്തളങ്ങളിൽ ഇന്ന് രാത്രികാലം കൊണ്ടുവന്നിട്ടുണ്ട്. ആമീൻ. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് ആമീൻ ഹല്ലേലൂയ നമ്മളോട് ഇടപെടുകയും ആമീൻ നമ്മെ തൊടുകയും ചെയ്യണം. ഹല്ലേലൂയ. ആര് പ്രസംഗിച്ചെന്നല്ല, ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്നു. തന്നെ ചെയ്യണം. അതാണ് നമ്മുടെ ആഗ്രഹം. ആമീൻ. ചുമ്മാതെ നമ്മളൊരു പ്രസംഗം കേട്ട് ആമീൻ ആമീൻ പറഞ്ഞിട്ട് പോകുന്ന നല്ല കാര്യം. ആമീൻ ചിലത് പ്രാപിച്ചുകൊണ്ട് കടന്നു പോവുക. നാമത്തിൽ ആമീൻ. വചനം ആമീൻ നമ്മെ ജീവിപ്പിക്കുന്നതാണ്. വചനം നമുക്ക് ചൈതന്യം തരുന്നതാണ്. ആമീൻ ഹല്ലേലൂയ. വചനം നമ്മുടെ കാണുന്ന ദീപമാണ്. ആമീൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ആമീൻ ആ വചനം ആമീൻ നമ്മെ ആമീൻ ഹല്ലേലൂയ മുൻപോട്ട് നടത്തും. ആമീൻ. ആ വചനം നമ്മെ ആമീൻ ഹല്ലേലൂയ മുൻപോട്ട് നയിക്കും. ആ വചനം നമ്മെ ജീവനുള്ളവരാക്കി ആമീൻ ഹല്ലേലൂയ ദേശത്ത് തലയുയർത്തി നിൽക്കുവാൻ ഇടവരുത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ, വചന ശുശ്രൂഷ വലിയ അനുഗ്രഹമായി മാറേണ്ടതിന്, വലിയ വിടുതലായി മാറേണ്ടതിന് ആമീൻ ഇതിനകത്തളങ്ങളിൽ ആയിരിക്കും പ്രിയപ്പെട്ടവർ പറയണം. ആമീൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്താണ് സംസാരിച്ചത്? ആമീൻ ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാനിടയായി തീർന്നു എന്ന് പറയാൻ ദൈവത്തിന്റെ ആത്മാവ് രാത്രികാലം നമ്മളോട് ഇടപെടേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയിൽ കടന്നു വന്ന ആമീൻ ഹല്ലേലൂയ ഹാലലുയ ഏറെ സ്നേഹിക്കുകയും ആമീൻ ഹല്ലേലൂയ ബഹുമാനിക്കുകയും ചെയ്യുന്ന ആമീൻ ഹല്ലേലൂയ ദൈവദാസൻ ആമീൻ ഹല്ലേലൂയ അനിൽ പാസ്റ്റർ ആമീൻ ഇന്ന് രാത്രികാലം ആമീൻ നമ്മളോട് ദൈവവചനം സംസാരിക്കും. അതിനായി ഇന്ന് രാത്രികാലം ആമീൻ തന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ മുൻപോട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ കരങ്ങളെ തട്ടി ആമീൻ. ദൈവത്തിന്റെ തന്നിലുള്ള നാമം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. നല്ല മീറ്റിംഗിലേക്ക് കൂട്ടായ്മ മീറ്റിംഗിലേക്ക് ചെയ്യുന്ന മാസം ഇവിടെയായിരിക്കുന്ന വിലാസന്മാർ, സഹോദരിമാർ, ഇവിടെയായിരിക്കുന്ന മറ്റ് വിലാസന്മാർ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വിലാസം സഹോദരൻ ായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹം ഇന്നത്തെ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ രാത്രിക്കാലം ഇവിടെയായിരിക്കുന്ന ദൈവജനത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ ബന്ധപ്പെടുത്തുവാനും ദൈവത്തിന് വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവശാസ്ത്രദേശം നന്ദി പറയുന്നു. ഇവിടെയായിരിക്കുന്ന ദൈവദാസന്മാരുടെ വിലപ്പെട്ട പ്രാർത്ഥന എനിക്ക് എൻ്റെ കുടുംബത്തിന് ഏറ്റവും അനുഗ്രഹമായിരുന്നു. തുടർന്ന് എല്ലാ പ്രിയപ്പെട്ടവരുടെയും വിലപ്പെട്ട പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. 2024 പ്രാരംഭ മാസം മുതൽ പര്യവസാന മാസത്തിലെ ഈ രാത്രി ഈ ദിവസങ്ങളിൽ ദൈവജനത്തോട് ചേർന്നുകൊണ്ട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ അതിയായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കണം ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ നമുക്ക് ഇപ്രകാരം ഒരു വലിയൊരു അവസരം ദൈവം നമുക്ക് തന്നത് അത് ഏറ്റവും അനുഗ്രഹമെന്ന് ഈ ദേശത്തോട് ചേർന്നുകൊണ്ട് ഞങ്ങൾക്കും സ്തോത്രം എനിക്കും പറയുവാൻ ദൈവം വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഈ മീറ്റിംഗിൽ സംബന്ധിക്കാൻ കാരണം മറ്റൊരു വഴിക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. വീട്ടിൽ പോയിട്ട് വെറുതെ അങ്ങനെ സമയം അതൊന്നും ശരിയല്ലല്ലോ. അപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് ഇവിടുത്തെ ഐക്യകൂട്ടായ്മയുടെ ഈ മീറ്റിംഗിൽ ഇതൊന്നും 1-2 പ്രാവശ്യം മാത്രമാണ് എനിക്ക് സംബന്ധിപ്പാനിടയായിട്ടുള്ളത്. ഇപ്പോൾ ഈ വർഷം തീരുകയാണല്ലോ. അപ്പോൾ ഈ വർഷം തീരുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളൊരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് ഓടി വരുവാനിടയായപ്പോൾ ഞാൻ ഈ ഭാഗത്തേക്ക് ഇന്ന് രാത്രിയിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. ഇന്നത്തെ രാത്രിയിൽ അത്ര പേർക്ക് സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് 2024 പ്രാരംഭ മാസം കണ്ടതിന് ശേഷമായി 12ാമത്തെ മാസത്തിന്റെ അവസാന മാസത്തിന്റെ ഇന്നേ രാത്രി കൂടെ കാണുക. ഇനി നമ്മുടെ മുൻപിൽ നിശ്ചയിക്കപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 240 മണിക്കൂർ മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. 240 മണിക്കൂർ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി പ്രത്യാശയോടെ പറയണം, ബാക്കിയുള്ളതായിരിക്കുന്ന 1000 ചിലവാനം മണിക്കൂറുകൾ താണ്ടി ഇവിടെ വരെ
രാത്രി സ്തുതിക്കുവാനിടയായി തീരട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. വേഗത്തിൽ 1-2 വേദഭാഗങ്ങൾ ചിന്തിച്ചുകൊണ്ട് ദിവസം എഴുതാനിരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം എന്ന് വായിച്ചാൽ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. മതി, നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം ദിവസം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകളെ അടച്ചോ. ദിവസം പ്രാർത്ഥിച്ചാൽ ഇന്ന് രാത്രിയിൽ കർത്താവേ ഐക്യക്കൂട്ടായ്മയിൽ എനിക്കും ഭാരതീയ പങ്കുചേരുവാൻ ഭദ്രസ്ത്രീയ ഭാഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു ഇന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ആ ദിവസത്തിൽ പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രിയപ്പെട്ടവര ഒരു നിമിഷം പ്രാർത്ഥിച്ചാൽ എല്ലാവരും ഇന്ന് രാത്രി ഇന്ന് രാത്രി എന്താണ് ഐക്യക്കൂട്ടായ്മ നമ്മൾ ഓരോരുത്തർ രുചിച്ചറിയാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഏതാണ് ഐക്യക്കൂട്ടായ്മയുടെ മഹത്വമെന്നാണ് എന്നത് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളെ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കാരുടെ സ്തോത്രം. കർത്താവേ, 2024 ഇങ്ങനെ പ്രകാരം ഏറ്റുകൂട്ടായ്മ തുടങ്ങി യാതൊരുവിധമായിരിക്കും നമ്മുടെ ഡക്കവും കൂടാതെ ചില മുടക്കങ്ങളെ മാറ്റി മറ്റു ശീലങ്ങളിലേക്ക് കർത്താവിനെ പടർത്തുക. ദൈവത്തിന്റെ പദ്ധതിയിട്ടതുപോലെ കർത്താവ് 2022 ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ കർത്താവ് മറ്റൊരു ശീലം കൂടെ ഐക്യകൂട്ടായ്മ പൊട്ടിപ്പുറപ്പെടുക. എന്റെ സ്വർഗ്ഗവിടയാക്കണമേ എന്ന് ഇന്ന് രാത്രി ഓരോരുത്തർ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ശിരസ്സ് വണക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ സ്വർഗ്ഗം സഹായിക്കണമേ. ഒരുപോലെ സ്വർഗ്ഗത്തിനെ അനുഗ്രഹിച്ചാണ് സകലത നമ്മുടെ നാമമർദ്ദനാക്കി സ്വർഗ്ഗം തീർക്കണം. പ്രാർത്ഥനയ്ക്കെതിരായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒന്നുകൂടെ 2024 നമുക്ക് ശേഷിക്കുന്നത് ഒരു മീറ്റിംഗ് കൂടെയാണ് അല്ലെ. ഒരു വെള്ളിയാഴ്ചയും ഒരു ചൊവ്വാഴ്ചയും കൂടാണ് നമ്മുടെ മുന്നിൽ. അല്ലെങ്കിൽ നമുക്ക് 2 ചൊവ്വാഴ്ച ഒരു വെള്ളിയാഴ്ചയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് പകൽ കാരണം വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച കൂട്ടത്തിൽ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്. അങ്ങനെയെങ്കിൽ എത്ര മണിക്കൂറാണ് ഞാൻ നോക്കി. കാരണം കണക്കൂട്ടിയപ്പോൾ 8766 മണിക്കൂറുണ്ട്. അന്നരമാണ് അതിന്റെ ദൈർഘ്യം എന്താണെന്ന് എനിക്ക് കാണുവാനിടയായിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചോ. ഇന്ന് രാത്രി ഒരു പക്ഷേ ഞാൻ മീറ്റിങ്ങിന് യാദൃച്ഛികം ചെന്നു കഴിഞ്ഞാൽ സമയം തരുമ്പോൾ സമയം 8 മണി കഴിഞ്ഞാൽ പിന്നെ എത്ര മണിക്കൂറുണ്ട് അത് ഞാനിങ്ങനെ ചിന്തിച്ച് കണക്ക് കൂട്ടുവാനിടയായി. കണക്ക് കൂട്ടിയപ്പോൾ വന്നത് 240 മണിക്കൂറാണ്. 240 മണിക്കൂറുകൾ നിൽക്കുമ്പോൾ ബാക്കിയുള്ളതായിരുന്നു 8000 ചില്ലാനും മണിക്കൂറുകളെ ധാരണം ചെയ്ത് ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അത് ദൈവത്തിന്റെ കരുണയെന്ന് മാത്രമാണ്. അത് ദൈവത്തിന്റെ കരുണയാണ്. അത് ദൈവത്തിന്റെ ദയയാണ്. അത് ദൈവത്തിന്റെ മനസ്സരിവാണ്. ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്ന് അറിഞ്ഞിട്ട് വേണം ദൈവത്തെ സ്തുതിക്കേണ്ടത്. ദൈവം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? എനിക്ക് ഒന്നും ചെയ്തില്ല എന്നുള്ളവർ മാത്രം ഒന്ന് കരയുയർത്തുക. എനിക്ക് ദൈവം ഒന്നും ചെയ്തില്ല. എല്ലാവർക്കും ദൈവം ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. ദൈവം ഉപകാരമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഇരിപ്പ് കണ്ട ഒന്നും ചെയ്തില്ല. 2024 ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഓർത്തോണം. ഇനിയുള്ളതായിരിക്കുന്ന 10 ദിവസം നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ, ഇനി 11 ദിവസം നമ്മുടെ മുന്നിൽ കിടക്കുമ്പോൾ 2025 കാണുമോ ഇനി എന്നുകൂടി ഇന്ന് രാത്രി ചിന്തിച്ച് നമ്മൾ ഭയങ്കര സന്തോഷം. ഞാൻ എപ്പോഴും കാരണം പലരെയും സാക്ഷി കൊടുത്തുള്ള ഒരു കാര്യമാണ്. കാരണം ഇവിടെ ആയിരിക്കുന്ന പ്രിയാസി മീറ്റിംഗ് ഐക്യകൂട്ടായ്മയുടെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയാസി ദേവദാസൻ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഓർക്കുന്നു. കാരണം ഞങ്ങളുടെ ടീമിന്റെ മീറ്റിംഗിന് ഓട്ടയുമായി വന്ന് പുറത്തു നിന്ന് അകത്തായി, അകത്തു നിന്ന് വന്ന് ഇപ്പോൾ നക്ഷത്രം ഒറ്റവാക്കിൽ പറഞ്ഞ എന്നെ മാനിക്കുന്നവനെ ഞാൻ ഇങ്ങനെ മാനിക്കുമല്ലോ. ദേശത്ത് ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ അത് നിങ്ങളുടെ കുടുംബങ്ങളിലും വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായിരിക്കുന്ന ദൈവം തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഓർക്കാനിടയായി. പ്രിയാസനൊക്കെ കാണുന്നതിന് ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്. ഓർക്കുന്നവരെ
കാരണം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ദേവദാസനോട് ചേർന്ന് തന്റെ പിതാവിനോട് ചേർന്ന് ഒക്കെ ശുശ്രൂഷിപ്പാൻ അനേക രാത്രികളിൽ അവരെയായിരിക്കാം ദൈവം എനിക്ക് അവസരങ്ങളെ തന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി തന്റെ പിതാവിന്റെ കാലശേഷം പ്രിയ മകനുമായി പ്രിയ ദൈവദാസനുമായി ഞങ്ങളുടെ വേദന കൊണ്ടുപോകാൻ കടന്നു പോകാതെ ഇന്ന് രാത്രിയിലും നിർത്തുന്ന ദൈവം വഴിയവനെന്ന് ഇന്ന് രാത്രിയിൽ ഐക്യക്കൂട്ടായ്മയിൽ സാക്ഷ്യം പ്രസ്ഥാനിപ്പാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമല്ലയാണ്. ഇവിടെ നിന്ന് പൊട്ടി ഞങ്ങൾ അങ്ങോട്ട് പോകും. ഇനി 2025 ആകുമ്പോൾ ഇവിടെ നിന്ന് പൊട്ടി വേറെടുത്തോട്ട് പോകും. അടുത്ത ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് വീണ്ടും മറ്റൊരു ഭാഗത്തേക്ക് പൊട്ടി മാറുവാനിടയായിരിക്കും എന്ന് പറഞ്ഞാൽ യോസേപ്പിന്റെ മേൽ എന്താണോ ദൈവം വാഗ്ദത്തം ചെയ്തത് അത് അങ്ങനെ തന്നെ ദൈവം ചെയ്തെടുക്കുവാനിടയായിരിക്കും എന്ന് പറഞ്ഞാൽ ഫലപ്രദമായ ഒരു വൃക്ഷം അത് വളരുന്ന അനേക ആശ്വാസം കാണുവാനിടയായിരിക്കും. അങ്ങനെ ഇഷ്ടമുള്ളതായിരിക്കുന്ന വലിയ അനുഭവങ്ങളോട് കൂടെ വേണം നമ്മൾ 2025 നമ്മൾ പ്രവേശിക്കാൻ. കാരണം ഈ ഇഷ്ടത്തിൽ നിശ്ചയിക്കുന്ന ദിവസം മാത്രമേ നമ്മുടെ മുന്നിൽ ഒരു രാത്രി ഞാൻ എനിക്ക് ലഭിച്ചതായിരിക്കുന്ന ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ വായിച്ച് കേട്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷം ഉണ്ട്. എന്ത് സന്തോഷം? എന്തോ സന്തോഷം. ഉൽപ്പത്തി പുസ്തകം കേട്ടപ്പോൾ എന്തോ സന്തോഷം? ഒരു ഭയങ്കര സന്തോഷം എനിക്കുണ്ട്. അപ്പൊ എന്താണെന്ന് അറിയാമോ? തന്റെ ശരീരത്തിലും തന്റെ സാദൃശ്യത്തിലും ദൈവത്തെയും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ ഒരു സന്തോഷമാണ് എന്റെ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ രാത്രിയിരിക്കുന്നത് ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ്, ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ്. അങ്ങനെ രാത്രി ദൈവത്തെ സ്തുതിക്കണം. അപ്പോൾ നമുക്കൊക്കെ നമ്മളെല്ലാവരും പറയുന്നത് പോലെ ഐക്യക്കൂട്ടായ്മ ഐക്യക്കൂട്ടായ്മ ഐക്യക്കൂട്ടായ്മ. എന്തോ ഈ ഐക്യക്കൂട്ടായ്മ? എന്തോ ഈ ഐക്യത എന്ന് പറയുന്നത്? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വിവിധ സഭകളിൽ വിവിധ പ്രസ്ഥാനങ്ങളിൽ വിവിധ പേരുകൾ അറിയപ്പെടുന്ന പ്രസ്ഥാനങ്ങളിലുള്ളതായിരിക്കുന്ന ദൈവമക്കളാണ് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത്. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കണം. നമ്മുടെ ഐക്യം എന്ന് പറയുന്നത് സ്തോത്രം. ഈ ആഴ്ച പ്രിയ ദേവദാസൻ വണ്ടി കൊണ്ട് വന്നു, അടുത്ത ആഴ്ച വണ്ടി കൊണ്ട് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അത് ഐക്യക്കൂട്ടായ്മ വരൂ. വണ്ടി ഇല്ലെങ്കിലും വണ്ടി ഉണ്ടെങ്കിലും വിലാസം വന്നാലും വന്നില്ലേലും എന്റെ കുടുംബത്തിനും എന്റെ ദേശത്തിനും വേണ്ടി ഞാൻ ആ കൂട്ടായ്മ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിക്കുവാനായിരിക്കണം. ഇപ്പോൾ ഐക്യക്കൂട്ടായ്മ ഞാൻ ഇന്ന് രാത്രി കാരണം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്ന വിഷയം ബന്ധവും ബന്ധനവും. എവിടെയാണ് ബന്ധമുണ്ടായത്? എവിടെയാണ് ബന്ധം ഉണ്ടായത്? ഇത് രണ്ടും ഒരു സ്ഥലത്താണ് ഉണ്ടായത്. ബന്ധവും ബന്ധനവും ചിന്തിക്കുന്നു. ബന്ധത്തിനകത്തുള്ള ബന്ധനവും ബന്ധനത്തിനകത്തുള്ള ബന്ധങ്ങളും ഇത് രണ്ടും നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവാത്മാവിൽ വെളിക്കുവരാ ദൈവത്തിന്റെ ബന്ധവുമായി നിന്നെ തകർക്കുവാൻ നോക്കുന്ന എന്ന് പറഞ്ഞ ദൈവമായിട്ടുള്ളതിന്റെ ബന്ധം തകർക്കാൻ നോക്കുന്നവന് തകർക്കോ നീങ്ങുന്ന ദൈവത്തോട് ചേർക്കുന്ന ബന്ധമോ ഇന്ന് രാത്രിയിലുള്ള ബന്ധപ്പെടുന്നത്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നിന്നെ അകറ്റാൻ നോക്കുന്നത് ഏത് ബന്ധനമാണോ ആ ബന്ധനത്തെ തകർത്തു നിന്നെ വീണ്ടും ദൈവമായിട്ട് ബന്ധിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ആ ദൈവത്തിന്റെ മഹത്വമാണ് ഇന്ന് രാത്രി മനസ്സിലാക്കണം, ആരാധിക്കുന്നത്. ഒന്നാമത്തെ ബന്ധവും ബന്ധനവും എവിടെയൊക്കെയാണ് നമുക്ക് ചിന്തിക്കണം. ഈ 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു വലിയ ബന്ധം, ദൈവവും മനുഷ്യരുമായി ഒരു ബന്ധം. സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടോ? സ്ത്രീയായിട്ട് ബന്ധമുണ്ടോ?
ഇന്ന് രാത്രി നമ്മളിതൊക്കെ നന്നായി മനസ്സിലാക്കി നമ്മളോടാണ് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. ഇന്ന് രാത്രി നടന്നു പറയുന്നത് ഇപ്പൊ ഒന്നാമത്തെ ബന്ധം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനുമായി ഒരു ബന്ധം. എന്തോ ബന്ധം എന്നോട് പറയാം. മനുഷ്യനും ദൈവവും മനുഷ്യനുമായി ഒരു ബന്ധം. അപ്പോൾ ഐക്യത എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഇരിക്കുക. ദൈവവും മനുഷ്യനും ഒരുമിക്കുകയാണ്. ഒന്നുകൂടെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമായി ഭാഗത്ത് രണ്ടാമത്തെ എടുത്തു പറയുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണോ ദൈവം നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നത്. ദൈവം നമ്മളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞായറാഴ്ച ദിവസമാകുമ്പോൾ ബൈബിൾ നെഞ്ചത്ത് വെച്ചുകൊണ്ടൊരു ബന്ധം ഞായറാഴ്ച. ബുധനാഴ്ച കോട്ടയം മീറ്റിംഗിന് ബന്ധമില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ബന്ധമില്ല. ഇപ്രകാരമുള്ള ഐക്യക്കൂട്ടായ്മകളിൽ ഇങ്ങനെയുള്ള കൂടിവരവുകളിൽ ബന്ധമില്ല. ഇങ്ങനെ വന്നു പോകുന്നവരുടെ ബന്ധം എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള ബന്ധം. ദൈവത്തെ കുറിച്ച് എവിടെ പറയപ്പെടുന്നോ, എവിടെ പ്രസാദിക്കപ്പെടുന്നോ അവിടെ ചെന്നിട്ട് ആ ദൈവമായി ഒരു ബന്ധം പുലർത്തുവാനായിരിക്കും. പറഞ്ഞു പോകരുത്. സ്വന്തം എനിക്ക് ഈ പുസ്തകം നന്നായിട്ട് വിവരിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എത്ര അധ്യായങ്ങൾ, 50 അധ്യായവും 1533 വാക്യങ്ങളും ആദാം മുതൽ യോസഫ് വരെയുള്ള കഥാപാത്രങ്ങളും ഏതോ മുതൽ മിസ്രയീം വരെയുള്ള വായിക്കുന്ന ദേശത്തെ കുറിച്ച് വളരെ വ്യക്തമായി പ്രസ്താവിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് ദൈവം ആരോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടോ ആ വാഗ്ദത്തം വിട്ടുപോകാതെ ഇന്ന് രാത്രി വാഗ്ദത്തം നിവർത്തിക്കുവാനും നമ്മുടെ നാളിലെ സന്നദ്ധനായിട്ടുണ്ട്. ആ ദൈവത്തിന്റെ രാത്രിയില് അത്രപോലും ആരാധിക്കാൻ എത്രയോ ഇനി ആ ബന്ധത്തിനകത്ത് വരുന്ന ബന്ധത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്ര ബന്ധം ഉറപ്പിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ആ ബന്ധം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ പുസ്തകമൊക്കെ കാണാൻ കഴിയുന്നത് ഏതൊരു തോട്ടമുണ്ടാക്കി ആ തോട്ടത്തിനകത്ത് ആരെയാക്കി? ആദാമിനെ ആക്കിയോ? ആദാമിനെ ആക്കി ഹവ്വയെ ആക്കിയോ? ഹവ്വയെ ആക്കിയോ? ഹവ്വയോട് പറഞ്ഞു ഹവ്വയോട് പറഞ്ഞില്ല. സ്വതന്ത്ര 2-ാം അധ്യായം ഫുള്ള് വായിച്ചു വരുമ്പോൾ കാണാം മനുഷ്യനോടാണ് ദൈവം എഴുതുന്നത്. ഈ ഏതേന് 4 ശാഖയായി പോകും അല്ലേ? ഇപ്പൊ ഏതേനിലൊരു തോട്ടം, ഏതേനകത്താണ് ഈ തോട്ടം. ആ തോട്ടത്തിനകത്താണ് ആയിരിക്കുന്നത് ദൈവവും മനുഷ്യനും. ഇന്ന് രാത്രി ഏതേ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഒരു ഏതേ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ഏതാണെന്നറിയാം? ആർക്കും അറിയാമോ? ആ ഏതേ നമ്മൾ ഇരിക്കുന്നത് ഇപ്പൊ എവിടെ? ഏതനിലിരിക്കുക. നമ്മളിപ്പോ എവിടെ ഇരിക്കുന്നത്? നമ്മളിപ്പോ ഏതനിലിരിക്കുകയാണ്. ഏതനിൽ നമ്മളിരിക്കുമ്പോ നമ്മളോടുകൂടെ ആരുണ്ട്? ദൈവമുണ്ട്. ഇന്ന് രാത്രി ഇതിനകത്തോ ഈ ഹാളിനകത്തോ ഈ ഭവനത്തിനകത്തോ ദൈവം സാന്നിധ്യമുണ്ടെന്നോ വിശ്വസിക്കുന്ന ദൈവമുണ്ട്. അവരെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ഏതനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. ഈ സാന്നിധ്യം ഉള്ളവരോടാ സംസാരിക്കുന്നത്. അല്ലാത്തോടൊന്നും ഇതില്ല, സംസാരിക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ ഇതിനകത്തുള്ളവരോടാ സംസാരിക്കുന്നത്. എന്തോ സംസാരിക്കുന്നത്? ഇതിനകത്തൊരു വിഷമുണ്ട്. അതിനകത്ത് നിന്ന് എന്ത് ചെയ്ത് ഫലം പറിച്ച് ഭക്ഷിക്കുന്നതായ മരിക്കും. ഞാൻ വിഷയമോ ആ വൃക്ഷത്തെ കുറിച്ച് വളരെ വ്യക്തമായി നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ അത് വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. ഇന്ന് രാത്രി സമയത്തിന് പറഞ്ഞുകൊണ്ട് ഒന്ന് ഞാൻ പറയാം. മനുഷ്യനോട് പറഞ്ഞു ഈ വൃക്ഷത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം പറിക്കരുതെന്ന്, അത് ഭക്ഷിക്കരുതെന്ന് മനുഷ്യനോട് പറഞ്ഞു. 3-ാമത്തെ വരുമ്പോൾ അതിന് നമുക്കത് കാണാൻ കഴിയുന്നത് സ്ത്രീ മുഖാന്തരം അത് ഭക്ഷിക്കും.
സ്തോത്രം. സ്ത്രീ മുഖാന്തരം അത് ഭക്ഷിപ്പാൻ ഇടയാണ്. നമ്മൾ നന്നായിട്ട് രണ്ടാമധ്യായം വായിച്ച് താഴോട്ട് വരുമ്പോൾ തോട്ടത്തിനകത്ത് നിൽക്കുമ്പോൾ മൃഗങ്ങളുടെ പക്ഷികളുടെ സകലത് വീരനായി പോയി. പക്ഷേ അതിന് പേരിട്ടതൊക്കെ മനുഷ്യനാണ്, പേര് അങ്ങനെ തന്നെ നിലയ്ക്കുകയാണ്. പക്ഷേ അവന് തക്കതായ ഒരു തുണയെ ദൈവം ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ നമുക്കറിയാം. അവന് അതിന്റെ വാരിയിൽ ഒന്നെടുത്തിട്ട് എന്ത് ചെയ്തു? അതിന് മാംസം വെച്ച് പിടിപ്പിച്ചു. അടുത്ത നിമിഷം അത് ജീവനുള്ളവരായി തീർന്നു. അപ്പൊ നരകമായി നരിയായി ഇവർ രണ്ടും വന്നപ്പോഴോ ദൈവം കൂടായി. അവര് 3 പേരായി. എന്താ പറഞ്ഞാൽ 2 പേർ തമ്മിലുള്ള ബന്ധം ഐക്യത ഇപ്പോൾ എത്ര പേരായി? 3 പേരായി. 3 പേരെ വന്നു കഴിയുമ്പോൾ അടുത്ത ഭാഗത്ത് 4ാമത് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ 3 പേരെയാകാം. 4ാമത് കാലം നമ്മൾ എന്ത് ചെയ്ത്? ഞാൻ എല്ലാവരും ഇങ്ങനെ പറയും, കാരണം നമ്മളായിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്ത് വലിച്ചതിനകത്ത് കാര്യത്തിൽ സമയത്തിന് വരുന്നത് ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആരും ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അവർ തമ്മിലുള്ള ഐക്യത, ആ ഐക്യതയിൽ ഒരാളും കൂടെ വേണമെന്നുള്ളത് തിരുവചന അടിസ്ഥാനത്തിൽ അത് അങ്ങനെ തന്നെ പ്രസ്താവിക്കപ്പെടുന്നത് കൊണ്ട് അങ്ങനെ 3ാമത് ഒരാളെ കൂടെ ദൈവം പദ്ധതിയായ പുനരാക്കി മരനോട് ചേർത്ത് ദൈവം നിർത്തുവാനിടയായി. സ്വന്തം ഇവിടെയൊക്കെ ഒത്തിരി ഭാരങ്ങൾ വിവരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കളെ സ്വന്തം ഞാനെന്തെങ്കിലും ആരോഗ്യം അറിയാതെയും ആ 4ാമതായിരിക്കുന്ന വ്യക്തിയെ അതിനകത്ത് വരുത്തിയ നമ്മുടെ ഉള്ളിൽ കയറ്റിയ നാം അറിയാതെ ഭക്ഷിച്ചു പോയ ഞാനിതിന് പാപം ചെയ്ത് ഇതിനെ പുറത്തേക്ക് പോകുവാനിടയായി. മനുഷ്യനോടാണ് പറഞ്ഞത് ഈ തോട്ടത്തിന് നടുവിലേക്ക് വൃക്ഷത്തിന്റെ ഫലം എന്ത് ചെയ്യരുത്, തിന്നരുത്. സ്ത്രീയോട് എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇവരോട് 2 പേരോട് കൂടെ ആയിരിക്കും പറഞ്ഞത്. വായിച്ചു വന്നപ്പം മനുഷ്യനോടാണ് 2ാം അധ്യായത്തിൽ പറയുന്നത്. 3ാം അധ്യായത്തിലേക്ക് ഇവർ തോട്ടത്തിലായി ഭയങ്കര ഹരസ്വം വിഷയത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഹവ്വയുടെ അടുക്കിലേക്ക് വരുന്നു. ഹവ്വയുമായിട്ടുള്ള സംഭാഷണത്തിൽ പ്രസ്താവിക്കപ്പെടുന്നത് ആദാമിനോട് പറഞ്ഞ കാര്യം അത് ഹവ്വ എടുത്തു പറയുകയാണ്. ഹവ്വ പറഞ്ഞ് അത് പിടിപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിനെ ഓർമ്മപ്പെടുത്ത ഏതെങ്കിലും ഒരു വാക്കോ ഏതെങ്കിലും ഒരു ചിന്ത എനിക്കോ നമ്മൾക്കത് അത് ദൈവവും ഞാനുമായി അതിനുള്ള ബന്ധത്തിനകത്തോ ഏതെങ്കിലും മാനുഷിക ചിന്തകളോ വാക്കുകളോ വന്നുപോയാൽ ഞാനെന്തെങ്കിലും തകർന്നു പോകുവാനിടയായിരിക്കും. പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നതിനല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, മറുപടി പറയുന്നത്. ഇതൊക്കെ എവിടെന്നാ വന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയും ഈ വാരിയിൽ നിന്നൊക്കെ എടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊന്നും അത്ര, പിന്നെ വാരിലിന്റെ മഹത്വമൊക്കെ മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരിടത്ത് സൂക്ഷിച്ച് ചില വിലപ്പെട്ട സാധനങ്ങൾ ഇരിക്കുന്നത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നല്ലേ, അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതിനകത്ത് വിലപ്പെട്ട സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാം ഉള്ളിൽ വിലപ്പെട്ട സാധനത്തിനകത്ത് എന്തൊക്കെ ഇരിക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല. എന്തൊക്കെ ഇരിക്കുന്നത് നമ്മൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര സാധനങ്ങളെ വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി വിളിച്ചു പറയാം, അതിനെ കവചം ചെയ്ത് വെക്കുവാൻ ഉറപ്പ് ദൈവം അവിടെ നിന്ന് തന്നെ എടുത്തേക്ക്. ഇന്ന് രാത്രി ദൈവം പറയാം, പ്രിയപ്പെട്ടവരെ നഗരത്തിനകത്ത് എന്നെയും നിങ്ങളെയും അത് സംരക്ഷിച്ചു വന്നിരിക്കുകയാണ്. നഗരത്തിനകത്ത് എന്നെയും നിങ്ങളെയും അവൻ ഉറപ്പിച്ചു വന്നിരിക്കുകയാണ്. കാലിൽ നിന്ന് എടുക്കാമായിരുന്നു, കയ്യിൽ നിന്ന് എടുക്കാമായിരുന്നു, അല്ലെ എവിടെ നിന്നൊക്കെ വേണമെങ്കിലും എടുക്കാമായിരുന്നു. പക്ഷേ അതിന് വാരിയിൽ അവിടുന്ന് തന്നെ എടുത്തു. അത് ഒത്തിരി പഠിക്കേണ്ട കാര്യമാണ്. ഞാനിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇന്ന് രാത്രി പറയാം, വിലപ്പെട്ട വിരിക്കുന്നിടത്ത് വിലപ്പെട്ട ശബ്ദം ഇരിക്കുന്നത് അത് നിലവെടുത്തിരിക്കുന്നത് ഇന്ന് രാത്രി പിടിച്ചെടുക്കുക. നീ ഇടക്കൊടുക്കരുത്, നീ ഇടക്കൊടുക്കുകയില്ല. ദൈവമായിട്ടുള്ള ബന്ധം ആദാമിനെ പറ്റി
വിദ്യാഭ്യാസത്തിൽ എനിക്ക് വിവരിക്കണം താല്പര്യമുണ്ട്. സ്വത്രമെങ്കിലും ഞാൻ ഹാരപ്പെട്ട ഭാഗം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഇഷ്ടത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏതെന്ന വാക്കിന്റെ അത്ര സന്തോഷമെന്നും ഹാരവേശത്തിനും ഉല്ലാസമെന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയൊക്കെ ദൈവവും മനുഷ്യനും ആദാവുമായിട്ടുള്ള ആദാവും ഹവ്വയും മനുഷ്യനുമായിട്ടുള്ള ബന്ധം അവരുടെ സന്തോഷത്തെ തകർക്കാൻ അവിടെ ആര് കയറി? ഇപ്പൊ ഇവിടെ ആയിരത്തി ഇവിടെ ഞാനിങ്ങനെ ഒരു ചിന്ത നിങ്ങളെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഞാനിവിടെ എല്ലാ ആഴ്ചയും തരുന്നു. എനിക്കിതുവരെ പ്രസംഗിക്കാൻ സമയം തന്നില്ല. അത് പോലെ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ആര് കയറി? അവൻ കയറി. ഇവിടെ എത്രയോ നാളെ പ്രാർത്ഥിക്കാൻ വേണ്ടി എന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് പറഞ്ഞില്ല. മേടിച്ചാന്റെ പേര് മൂന്നോ നാലോ പ്രാവശ്യം പറഞ്ഞു. എന്റെ പേര് ഒരു പ്രാവശ്യം പോലും പറഞ്ഞില്ല. നമ്മൾ ഒറ്റ വാക്കിൽ എങ്ങനെ പറയാം? എനിക്ക് ജോസിനെ അറിയാം, അവിടെ പ്രാർത്ഥിക്കുമെന്നവരെ അറിയാം. പക്ഷേ ഇതിനെ പോകുന്നില്ല, അവൻ മുന്നോട്ട് പോകുന്നില്ല, അവൻ തളർന്നു പോകും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് അവിടെ സാത്താൻ കയറി. ഞാനിങ്ങനെ പറയാനുണ്ട്. നമ്മൾക്ക് ഒത്തിരി നമ്മൾ ചിന്തിക്കുന്ന ഒരു കഥാഭാഗമാണ്. പൗലോസും ശീലാസും കൂടെ കാരാഗ്രഹത്തിനകത്ത് അവർ ആരാധിച്ചു ഐക്യത അല്ലേ? പക്ഷെ 12 പേര് തമ്മിലുള്ള ഐക്യതയെ ആര് വിളിച്ചു? സാത്താൻ. യേശുവിന്റെ മാറോട് ചാരി അവരെ വരെ അവരെ അയച്ചുകൊണ്ടുപോയി. അങ്ങനെയുള്ളപ്പോഴാണ് അവർ നമ്മുടെ അല്ലേ? കാരാഗ്രഹത്തിനകത്ത് ഐക്യത. എന്താണ് ഐക്യത എന്ന് നമ്മൾ പലപ്പോഴും പറയും. ഐക്യത എന്തു ഐക്യത? സ്വന്തം ദോഷവാസത്തെ വിഷയം വന്നാൽ അതെന്റെ വിഷയമാണ്. വിഷയം വന്നാൽ അത് എന്റെ വിഷയമാണ്. യോസഫിന്റെ വിഷയം വന്നാൽ അതെന്റെ വിഷയമാണ്. വിശ്വനാഥന്റെ വിഷയം വന്നാൽ അത് എന്റെ വിഷയമാണ്. ഇവിടെ നിൽക്കുന്ന ആർക്ക് വിഷയം വന്നാൽ അത് എന്റെ വിഷയമാണ്. അതാണ് ഐക്യത. അതാണ് ഐക്യത തെളിയിക്കപ്പെടുന്നത്. വിഷയം വരുമ്പോൾ ചിലരുണ്ട് പദത്തെ ന്യൂട്രൽ. സ്തോത്രം. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. ഒരു പ്രാവശ്യം ഒരു ചിത്രകാരന് പോലീസ് വിഷയം ഉണ്ടാകാനിടയായി. ഞാൻ നോക്കുമ്പോൾ എന്റെ കൂടെ നിന്ന് പലരും പറഞ്ഞു അവർക്ക് ഇന്ന ആളുണ്ട്, അവർക്ക് DSP ഉണ്ട്, IG ഉണ്ട്, മറ്റേതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഐഡിക്കാരൊക്കെ സർക്കാർ സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞപ്പോഴേ എല്ലാരും വരും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നോടാ പറഞ്ഞത്. നീ തോട്ടത്തിന്റെ നടുവിൽ വന്നാൽ ഏതേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിക്കുകയോ അത് ഭക്ഷിക്കുകയോ ചെയ്യരുത്. അവൻ എന്നോടാ പറഞ്ഞത്. എന്നോട് പറഞ്ഞെങ്കിൽ എനിക്കറിയാം അത് കാത്തു സൂക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഒരു തെളിവ് എനിക്കിനെ പറയാം. ഈ വിഷയം രൂക്ഷമായി ഐക്യത പൊളിയാൻ പോകുമോ? ഐക്യത ഞാനിങ്ങനെ പറയുന്നു. യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നുള്ളതിന് പലരും പല തരത്തിൽ എന്നോട് പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയും. മനുഷ്യനെ കിടത്തിയാണ് ദൈവം ഉണ്ടാക്കി. നിങ്ങൾ പറയാം അതിന് വല്ല തെളിവുണ്ടെന്ന് നോക്കി. അതായി ഒക്കാത്തത്. എന്ത് ചോദിച്ചാലും നമുക്ക് എന്ത് വേണം? തെളിവ് വേണം. വല്ലതും പഠിക്കുമ്പോൾ നമുക്ക് റെക്കോർഡ് കാണാൻ പറ്റും. ദൈവം കുനിഞ്ഞു മൂക്കിലേക്ക് ജീവശ്വാസം ഊതി. ദൈവം നിവർന്നെങ്കിൽ മാത്രമേ അടുത്ത ആൾക്ക് എഴുന്നേറ്റ്. എനിക്ക് 45 വയസ്സുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ആരും മരിച്ചവരെ ആരും നിർത്തി ചെയ്തിട്ടില്ല. ഒരു നിമിഷമെങ്കിലും എന്ത് ചെയ്യും? കിടത്തും. നിങ്ങളോട് പറയാം, ഈ മോർച്ചറിൽ പോകുന്നവർക്ക് അറിയാം സംഭവം എങ്ങനെ അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കി. അത് ശരിയാണ്. അതിനൊക്കെ തെളിവുണ്ടെന്ന് വളരെ തെളിവുണ്ടെന്ന്. അപ്പോൾ ഈ ദൈവം അവന്റെ മൂക്കിലേക്ക് എന്ത് ചെയ്തു? ജീവ ശ്വാസം കുലിക്കും. അവനെ സ്വന്തം ജീവനുള്ളവനായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ മുഖാമുഖം കണ്ടു. ഈ മുഖാമുഖം കണ്ട് അവർക്ക് രണ്ടുപേർക്കും സന്തോഷമായി. ആ സന്തോഷം
സന്തോഷം ഭയങ്കര സന്തോഷമായി. ഏതൊരു നിൽക്കുന്നവരാണ് ഇവനവസരം ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയിൽ ആ ദൈവം അടുത്ത പദ്ധതി കിട്ടുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, വേറെ ഏത് ദൈവത്തിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. പക്ഷെ ദൈവം ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ കാരണമുണ്ട്. അത് ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മളത് ചിന്തിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, നിലപ്പെട്ട കാര്യം നിന്നോട് പറഞ്ഞിരിക്കുന്നത്. നിലപ്പെട്ട കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്ത ഒരു കാര്യം പോകരുത്, അടുത്ത ഒരു വ്യക്തി പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചെങ്കിൽ അത് മൂന്നാമത് ഒരാളുടെ ഉള്ളിൽ പോകരുത്, ഒരാളുടെ കാലിൽ പോകരുത്. അതിനെ പറയുന്നു, ഒരു കാലിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ ഇതുവരെ തോന്നിട്ടില്ലാത്തതുമായ ദൈവത്തിന്റെ മകന്മാർ. ഇങ്ങനെ ചിന്തിക്കുന്നു. രണ്ടുപേരും കൂടെ ഇരുന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൂട്ടത്തിൽ ആദാം ഈ കാര്യം അവയോട് പറഞ്ഞു കാണില്ലേ? നമ്മളിങ്ങനെ, ഞാൻ എപ്പോഴും പറയാം, ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയത് നിങ്ങളാണ്. ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനും നിങ്ങളാണ് ദൈവമായിട്ട് ഉടമ്പടി ചെയ്തേക്കുന്നത്. ഞാനായിട്ട് ഒരു ഉടമ്പടി പലപ്പോഴും നമ്മുടെ നക്ഷത്രകാരനെയാണ് ദേവദാസന്മാരുടെ ഒക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നമാണ്. കാലടി നക്ഷത്രം ഭാര്യയോട് പറയുമ്പോൾ ഭാര്യ പറയുന്നതാ, എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ അന്ന് വീട്ടുകാരെ സമ്മതിച്ചപ്പോൾ ഞാനന്ന് സമ്മതിക്കുക. പക്ഷേ ഇനി പോകേണ്ടത് ചെയ്യേണ്ടതല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇന്ന് രാത്രി മറന്നു പോകരുത് കേട്ടോ. നമ്മളോട് ദൈവം വ്യക്തിപരമായി വിലപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിൽ അത് മൂന്നാമതൊരാളുടെ കാതിൽ പോകരുത്. മൂന്നാമതൊരാളുടെ കാതിൽ പോയാൽ അത് പരാജയത്തിനെ പോകത്തുള്ളൂ, അത് പരാജയത്തിലേക്ക് പോകത്തുള്ളൂ. കാരണം നിനക്കാണ് ജീവന്റെ ശ്വാസം, നിന്നിലാണ് വിലപ്പെട്ടത്. അവന്റെ ജീവൻ, അവൻ ചിത്രം നിന്നിലാണ് അവൻ കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പുറത്ത് ആകുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഒരു അല്പസമയം ഹല്ലേലൂയ ആദാം മൗനമായിട്ട് ഇരുന്നു. നമ്മൾ ചരിത്രപുസ്തകങ്ങൾ പഠിക്കേണ്ടി വരുമ്പോൾ ആദാം ഒരു അല്പസമയം മൗനമായിട്ട്. ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, ശുശ്രൂഷകൾ പറയാറുണ്ട്. പലപ്പോഴും ഹല്ലേലൂയ ദേവദാസന്മാർ ചില വിഷയങ്ങൾ വരുമ്പോൾ ഭാര്യമാര് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? മൗനമായിട്ട് വേണോ വേണ്ടേ, ഇനി പോകണോ വേണ്ടയോ, ജോസഫ് ഇനി ഈ മീറ്റിംഗ് മുന്നോട്ട് പോകണോ വേണ്ടയോ, അച്ഛാ ഇവിടം വരെയൊക്കെ ആയില്ലേ, ഇവിടം വരെയൊക്കെ ആയില്ലേ, ഇതെങ്ങനെ മുൻപോട്ട് പോകും? ഇന്ന് രാത്രി പറഞ്ഞ അല്പസമയം ആദാം മൗനമായിരിക്കും. ആദാമിന്റെ സ്നേഹം നോക്കി. ആദാമിന്റെ സ്നേഹം ഞാൻ ഐക്യതയിൽ പറഞ്ഞുകൊണ്ടുന്ന വിഷയമാണ്. സ്തോത്രം. ദൈവമായിട്ട് എനിക്ക് തന്ന ഐക്യത, സ്തോത്രം, ആ ബന്ധം ഞാനിട്ട് ചെയ്തില്ല. അവനെക്കാൾ കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഒക്കെ ഇതൊക്കെ പറയുമ്പോൾ ദൈവം ചേർത്ത് ഐക്യതയാണ്. അങ്ങനെയെങ്കിൽ മാറും മരുന്ന് അവനറിയോ, അവനെ എനിക്ക് വേണ്ടി ചെയ്യും. അങ്ങനെ പറഞ്ഞ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. സാത്താനകത്ത് വന്ന് ഐക്യത വിളിച്ചപ്പോൾ ദൈവം പദ്ധതി ഇടുവാൻ കാരണം ആദാം മൗനമായിട്ടിരുന്നു. പറഞ്ഞാൽ എന്റെ ജീവശ്വാസം ഊതിയവൻ ഇതിന് മറുപടി എന്താണെന്നും ഇതിന്റെ പോകരി എന്താണെന്നും അവനറിയാം. അവനത് നിവർത്തിച്ചെടുക്കുന്നുണ്ട്. ആദാമിന് അറിയാമായിരുന്നത് കൊണ്ട് ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഏതെങ്കിലും തരത്തിൽ പരാജയങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, വേദനകൾ അനുഭവിക്കുന്നുവെങ്കിൽ, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ദൈവമോ ആദാമിന് മറുപടി വരുന്നെങ്കിൽ നമ്മൾക്ക് മറുപടിയുണ്ട്. ആദാമിന് മറുപടി കൊടുത്തെങ്കിൽ നമുക്കെന്തുണ്ട്? അതെന്തുകൊണ്ടാണ്? ആദാമിന് മറുപടി ഉണ്ട്. ആ മറുപടി നമുക്ക് കൊണ്ട് എന്ത് ദൈവത്തിന്റെ ഐക്യതയെ പൊളിച്ചവനെ പൊളിച്ചടുക്കാൻ, പൊളിച്ചവനെ തകർത്ത് കളയാൻ ദൈവം വീണ്ടും നമ്മളെ ഉപയോഗിച്ചിട്ടില്ല. ദൈവം വീണ്ടും നമ്മളെ ഉപയോഗിച്ചിട്ടില്ല. അവന്റെ ഐക്യതയുടെ, അവന്റെ ബന്ധത്തിന്റെ ആ ഭവനം നോക്കണം. അങ്ങനെ തകർത്ത് കളയുക സാത്താനെ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ പരിവിളങ്ങാൻ പോകുകയാണ്. അങ്ങനെ ഇത് വാഗ്ദത്തം പ്രാപിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും
ഏതെങ്കിലും തരത്തിൽ പരാജയങ്ങളോ ദുഃഖങ്ങളോ ഭാരങ്ങളോ വേദനകളോ നിരാശകളോ എന്തെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ഓർമ്മപ്പെടുത്തുന്നു. അതിനെ സ്വന്തം കളയെ തകർത്ത് കളയുവാൻ ശക്തിയുള്ളവൻ, ശക്തി തരുന്നവൻ ഇന്ന് രാത്രി എന്റെ കൂടെ പറയുവാനിടയായി ചെയ്യണം. ഇന്ന് രാത്രി സാക്ഷ്യം പറയാം. ഇന്ന് രാവിലെ എനിക്ക് സ്വന്തം 7,000 രൂപ വേണം, എനിക്ക് 7,000 രൂപ വേണം. ഞാൻ ഇന്നലെ മുതൽ പ്രാർത്ഥിക്കുക. രാവിലെ 9 മണിയാകുമ്പോൾ എനിക്ക് 7,000 രൂപ വേണം. ഞാൻ ദിവസം കിടപ്പാടിലൂടെ കിടന്ന് കരഞ്ഞു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോ എന്റെ മോള് ചോദിച്ചു, പപ്പയത്തിനെങ്കിലും കരയുന്നത്. ഞാൻ പറഞ്ഞു, സ്വന്തം എനിക്കിങ്ങനെ ഒരു വിഷയമുണ്ട്. അവിടെ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാനിവിടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന 2 സ്വതന്ത്ര ആത്മഹത്യ കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ നോക്കിയപ്പോൾ ഞാൻ ഇവിടെ കരയുക. സ്വതന്ത്ര അമ്മ നോക്കി എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ഇന്നതാണ് വിഷയം. അമ്മയും ഞങ്ങളുടെ ഐക്യത വാർത്തിച്ചു. ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഐക്യത വാർത്തിക്കുക. ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ചാൽ മതി. വലിയ മതിയോ എന്താ അവസാനിപ്പിക്കും? ഐക്യത ഇന്ന് പൊളിക്കാൻ സാധാരണ പണി നിന്നുള്ള കൂടുതലായിരിക്കും. നമ്മൾ പണി നിന്നുള്ള കൂടുതലായിരിക്കും. ഈ ബന്ധത്തിനകത്ത് നമ്മളൊക്കെ എന്ത് ചെയ്യരുത്? ബന്ധനവുമായിട്ട് വരുന്നവരെ കയറ്റരുത്. ചിന്തയെ പോലും ചെയ്യരുത്, ഉണ്ടാകരുത്. കാരണം പലരും ഇങ്ങനെ സ്വന്തക്കാരെ പറഞ്ഞ അവിടെ പ്രാർത്ഥിക്കാൻ സമയം തരുന്നില്ല, പ്രസംഗിക്കാൻ സമയം തരുന്നില്ല, പല പല അഭിപ്രായങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞ സ്വന്തം ഐക്യക്കൂട്ടായ്മയുടെ നമുക്ക് എന്താണ് സ്വന്തക്കാരെ ഐക്യമായി നമ്മളിൽ നിന്നാണ് നമ്മുടെ വിഷയത്തിന് മറുപടിയുണ്ട്. ദൈവം അനുവദിച്ചാൽ മറ്റു ഭാഗം നമുക്ക് ചിന്തിക്കാനുള്ള ആയിട്ടുണ്ട്. എനിക്കിനെ പറഞ്ഞു, 1 ഐക്യത, 2 ബന്ധവും ബന്ധനം. ഇത് രണ്ടും ഒരിടത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്തുണ്ട്? നിങ്ങളാരും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ എന്തുണ്ട്? ബന്ധവും. നമുക്ക് ബന്ധവും കൂടാ, ബന്ധനം കൊണ്ട് ആരും കൂടി വരും. ഇതിനെ പൊളിക്കാൻ ബന്ധനമായിട്ട് ആരും കൂടെ ദൈവം അനുവദിച്ചാൽ മറ്റു ഭാഗം ചിന്തിക്കുവാൻ നമ്മെ വരും ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഐക്യക്കൂട്ടായ്മ എല്ലാ നിലകളിലും ഒരു വലിയ വിഗ്രഹമാക്കി ദൈവം മാറ്റി തരുന്നുള്ള പ്രത്യാശയുടെ വാക്കുകളുടെ സമയത്ത് വേർതിരിച്ച പ്രിയാശ ദേവദാസനോട് ഐക്യക്കൂട്ടായ്മയുടെ എല്ലാ പ്രിയപ്പെടുന്ന പ്രത്യേക